നമസ്കാരം. ഇന്നത്തെ കോഴിക്കോടൻ വാർത്തകളിലേക്ക് സ്വാഗതം. വയനാട് പുനരധിവാസത്തിന് ജീവനക്കാരുടെ പങ്കാളിത്തം പ്രതീക്ഷിച്ച് സർക്കാർ പ്രഖ്യാപിച്ച സാലറി ചലഞ്ച് ലക്ഷ്യം കാണാത്ത സാഹചര്യത്തിൽ പദ്ധതി നീട്ടി. സെപ്റ്റംബറിൽ വിതരണം ചെയ്യുന്ന ഓഗസ്റ്റിലെ ശമ്പളത്തിൽ നിന്ന് 5 ദിവസത്തെ വിഹിതം നൽകണമെന്നായിരുന്നു നേരത്തെയുള്ള വ്യവസ്ഥ. അനുകൂല പ്രതികരണം ഉണ്ടാകാത്ത സാഹചര്യത്തിൽ സെപ്റ്റംബറിലേക്ക് കൂടി സാലറി ചലഞ്ച് നീട്ടി. ഡെങ്കിപ്പനി, മഞ്ഞപ്പിത്തം, എലിപ്പനി, വൈറൽ പനി ബാധിതരുടെ എണ്ണം കൂടിയതോടെ കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കിടക്കാൻ ഇടമില്ല. വാർഡിൽ സ്ഥലമില്ലാതായതോടെ വരാന്തയിലും മറ്റും നിലത്ത് പായ വിരിച്ചു കിടക്കുന്നവരുടെ എണ്ണവും നാൾക്കുനാൾ വർദ്ധിക്കുകയാണ്. പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിലെ ചികിത്സയ്ക്ക് ശേഷവും പനി കുറയാതെ ഗുരുതരാവസ്ഥയിലുള്ള രോഗികളാണ് കൂടുതലും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തുന്നത്. മായം കലർന്ന നെയ്യ് വിറ്റുവെന്ന് കണ്ടെത്തിയ 3 കമ്പനികളെ നിരോധിച്ച് സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ വിഭാഗം. ഈ ബ്രാൻഡുകളുടെ വിൽപ്പനയും സംഭരണവും ഇനിയൊരു ഉത്തരവ് ഉണ്ടാകുന്നതുവരെ നിരോധിച്ചിട്ടുണ്ട്. ചോയ്സ്, മേന്മ, SRS എന്നീ കമ്പനികളുടെ നെയ്യിലാണ് മായം കണ്ടെത്തിയത്. വിൽപ്പനയ്ക്കായി വെച്ചിരുന്ന സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചപ്പോഴാണ് ഗുണനിലവാരമില്ലെന്ന് കണ്ടെത്തിയത്. തിരുവനന്തപുരം അമ്പൂരിയിലെ കമ്പനിയിൽ നിന്ന് പുറത്തിറങ്ങുന്നതാണ് ഈ ബ്രാൻഡുകൾ. സംസ്ഥാനത്തെ 12 ആശുപത്രികൾക്കു കൂടി ദേശീയ ഗുണനിലവാര അംഗീകാരം ലഭ്യമായതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. 11 ആശുപത്രികൾക്കു കൂടി നാഷണൽ ക്വാളിറ്റി അഷ്വറൻസ് സ്റ്റാൻഡേർഡ് അംഗീകാരവും 1 ആശുപത്രിക്ക് ദേശീയ ഗുണനിലവാര അംഗീകാരമായ ലക്ഷ്യ സർട്ടിഫിക്കേഷനുമാണ് ലഭിച്ചത്. ഇതോടെ ആകെ 187 ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് NQAS സർട്ടിഫിക്കേഷനും 12 ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് ലക്ഷ്യ സർട്ടിഫിക്കേഷനും ലഭിച്ചതായി മന്ത്രി പറഞ്ഞു. മാധ്യമപ്രവർത്തകൻ KM ബഷീറിനെ വാഹനമിടിച്ച് കൊലപ്പെടുത്തിയ കേസിലെ വിചാരണ ഡിസംബർ 2 മുതൽ 18 വരെ നടക്കും. തിരുവനന്തപുരം 1-ാം സെഷൻസ് കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. കേസിലെ 95 സാക്ഷികളെ വിസ്തരിക്കും. 2 ഘട്ടങ്ങളിലായിട്ടായിരിക്കും വിചാരണ. വിചാരണയുടെ 2-ാം ഘട്ടം ജനുവരിയിൽ നടക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ K മുരളീധരന്റെ തോൽവിയെക്കുറിച്ച് അന്വേഷിക്കാൻ കോൺഗ്രസ് നിയോഗിച്ച സമിതിയുടെ റിപ്പോർട്ട് പുറത്ത്. തോൽവിക്ക് കാരണം CPM BJP ബന്ധമാണെന്നും പൂരം കലങ്ങിയപ്പോൾ സുരേഷ് ഗോപിയുടെ രംഗപ്രവേശം BJPയെ തുണച്ചെന്നും അന്വേഷണ കമ്മീഷൻ അംഗം KC ജോസഫ് പറഞ്ഞു. തൃശൂർ പൂരം മുൻകൂട്ടി ആസൂത്രണം ചെയ്ത് കലക്കിയതാണെന്ന് KPCC സമിതിയുടെ റിപ്പോർട്ടിൽ പറയുന്നു. ബംഗ്ലാദേശ് T20 മത്സരം നടക്കുന്ന ഒക്ടോബർ 6-ാം തീയതി ഹിന്ദു മഹാസഭ മധ്യപ്രദേശിലെ ഗ്വാളിയാറിൽ ബന്ദിന് ആഹ്വാനം ചെയ്തു. മത്സരം നടത്താൻ അനുവദിക്കില്ലെന്നും ബംഗ്ലാദേശ് ടീം ഗ്വാളിയാറിൽ കളിക്കാനെത്തുമ്പോൾ പ്രതിഷേധിക്കുമെന്നും സംഘടനയുടെ ദേശീയ വൈസ് പ്രസിഡന്റ് ജയർ ഭരദ്വാജ് പറഞ്ഞു. പേരാമ്പ്ര ബൈപ്പാസിന് സമീപം ചിരുതക്കുന്നിൽ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് നടത്തിയ പരിശോധനയിൽ വീട്ടിൽ നിന്ന് 3.22 കോടിയുടെ കള്ളപ്പണം പിടികൂടി. ഫ്ളാറ്റിൽ താമസിക്കുന്ന സ്വർണ വ്യാപാരി ദീപകിനെയും ഒപ്പമുണ്ടായിരുന്ന ആനന്ദിനെയും DRI സംഘം കസ്റ്റഡിയിലെടുത്തു. ഇവർ മഹാരാഷ്ട്ര സ്വദേശികളാണെങ്കിലും ഏറെക്കാലമായി ഇവിടെയാണ് താമസം. കാപ്പ ചുമത്തി കരുതൽ തടങ്കലിലാക്കാനുള്ള നടപടി പോലീസ് എടുക്കുന്നതറിഞ്ഞ് ഒളിവിൽ പോയ കുപ്രസിദ്ധ മോഷ്ടാവിനെ മോഷ്ടിച്ച ബൈക്കിൽ കമ്പിപ്പാരയുമായി സഞ്ചരിക്കുന്നതിനിടെ പിടികൂടി. പയ്യോളി പ്രശാന്തി ജ്വല്ലറിയിൽ നിന്ന് 3 വർഷം മുൻപ് സ്വർണം കവർന്നതടക്കമുള്ള ഒട്ടേറെ കേസുകളിൽ പ്രതിയായ കുന്ദമംഗലം പെരിങ്ങളം അറപ്പൊയിൽ വീട്ടിൽ MP മുജീബിനെയാണ് സാഹസികമായി സിറ്റി ക്രൈം സ്ക്വാഡ് പിടികൂടിയത്. കൊരപ്പുഴ അഴിമുഖത്ത് മൺതിട്ടയിലകപ്പെട്ട 5.5 മീറ്റർ നീളമുള്ള തിമിംഗലത്തെ രക്ഷപ്പെടുത്തി സുരക്ഷിതമായി കടലിലേക്കു തന്നെ തിരിച്ചുവിട്ട മത്സ്യത്തൊഴിലാളികളെ ചേമഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ആദരിച്ചു. ജൈവ വൈവിധ്യ പരിപാലന സമിതിയുടെ നേതൃത്വത്തിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. 2 ആഴ്ച മുൻപ് കണ്ണൻകടവ് അഴീക്കൽ തീരത്താണ് തിമിംഗലത്തെ കണ്ടത്.
വേലിയേറ്റ സമയത്ത് കരയോട് ചേർന്ന മൺതിട്ടയിൽ കുടുങ്ങിയ നിലയിൽ കണ്ടെത്തിയ തിമിംഗലത്തെ സാഹസികമായി രക്ഷപ്പെടുത്തി കടലിലേക്ക് വിടുകയായിരുന്നു. 6 മാസത്തിനു മുമ്പ് രണ്ടുപേരെ ഇടിച്ചിട്ട ശേഷം നിർത്താതെ പോയ കാറും ഡ്രൈവറും ഫറോക്ക് പോലീസ് പിടിയിൽ. പെരുമുഖം ഈന്തിങ്ങൽ വീട്ടിൽ ഷബാദാണ് പിടിയിലായത്. മാർച്ച് 23-ന് രാത്രിയിലാണ് സംഭവം. രാമനാട്ടുകര പൂവന്നൂർ പള്ളിക്ക് സമീപം ദേശീയപാത മുറിച്ചു കടക്കുന്നതിനിടെയാണ് ഫറോക്ക് സ്വദേശി മാടന്നിൽ രജീഷ് കുമാറിനെയും ബൈക്ക് യാത്രികനായ തിരൂർ മുന്നിയൂർ സ്വദേശി വലിയ പറമ്പിൽ അഷ്റഫിനെയും ഷബാദ് ഓടിച്ച കാർ ഇടിച്ചിട്ട ശേഷം നിർത്താതെ പോയത്. ഇരുവർക്കും ഗുരുതരമായി പരിക്കേറ്റിരുന്നു. മോടക്കല്ലൂർ മലബാർ മെഡിക്കൽ കോളേജിൽ പ്രസവ ശസ്ത്രക്രിയക്കിടെ അമ്മയും കുഞ്ഞും മരിച്ച സംഭവത്തിൽ ആശുപത്രി മാനേജ്മെന്റിനും ആരോപണ വിധേയായ ഡോക്ടർക്കും എതിരെ പ്രതിഷേധിച്ച് മലബാർ മെഡിക്കൽ കോളേജിലേക്ക് ഇന്നലെ ബഹുജന മാർച്ച് നടത്തി. രാവിലെ 10-ന് എംഡിറ്റ് കോളേജ് കവാടത്തിന് സമീപത്തു നിന്നാരംഭിച്ച മാർച്ചിൽ സ്ത്രീകളടക്കം നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. മാർച്ച് ആശുപത്രി കവാടത്തിൽ പോലീസ് തടഞ്ഞു. ഉണ്ണിക്കുളം പഞ്ചായത്ത് രൂപീകരിച്ച ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. ഇതോടെ വാർത്തകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.